വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പുഷ്പ 2വിൻ്റെ പുതിയൊരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഞങ്ങൾ ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ ഞാൻ കങ്കുവ സിനിമ കാണാൻ പോയപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ റിലീസ് ദിവസം കാണാൻ പോയിരുന്നു. അപ്പോൾ അവിടെ പുഷ്പയുടെ ആ പോസ്റ്ററൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററുകാരോട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എപ്പോഴാണ് കിട്ടുക ചോദിച്ചപ്പോൾ ടിക്കറ്റ് ഇപ്പോൾ ഉണ്ട്, വേണമെങ്കിൽ തരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ക്യാഷ് കൊടുത്ത് ആ ടിക്കറ്റ് വാങ്ങി. അപ്പോൾ ആ ടിക്കറ്റാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്, ഞാനിത് കാണിക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ടിക്കറ്റ് കേട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ സ്ക്രീനിൽ തന്നെ കാണിക്കാം. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നതാണ് ഈ ടിക്കറ്റ്. അപ്പോൾ ഇതിന് 180 രൂപയാണ് ഇവിടെ ഞാൻ കൊടുത്തത്. ശരിക്കും ഈ തിയേറ്ററിൽ 110 രൂപയാണ് ടിക്കറ്റിന്, പ്ലസ് 70 രൂപ അത് ഫാൻസിന് പോകുന്ന ക്യാഷാണ്. ഫാൻസാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ പോസ്റ്റർ വയ്ക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് 180 രൂപ. അപ്പോൾ ഇതുപോലത്തെ ടിക്കറ്റ് നിങ്ങൾക്കും നിങ്ങളുടെ ഭാഗത്ത് ഈ സിനിമ കാണണം എന്നുണ്ടെങ്കിൽ ലഭിക്കുമായിരിക്കും. തിയേറ്ററുകാരുമായി ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നിങ്ങളുടെ അവിടെ ഈ ടിക്കറ്റിന് എന്താ വില എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഈ ഭാഗത്ത് 110 രൂപയാണ് സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ്. അപ്പോൾ അതോടൊപ്പം 70 കൂടി കൂട്ടി 180 അവർ മേടിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ എനിക്കും പുഷ്പ 2വിൽ അല്ലു അർജുൻ്റെയും അതേപോലെ നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെയും അഭിനയം കാണാനുള്ള ത്രില്ലിങ്ങിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഡിസംബർ 5-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ച ടിക്കറ്റ് 4 മണിക്കുള്ള ഷോയാണ്. അപ്പോൾ 4 മണിക്ക് തന്നെ ഞാൻ ആ ഷോ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വളരെ സത്യസന്ധമായ റിവ്യൂ വീഡിയോ ആണ് ഞാൻ ചെയ്യുക കേട്ടോ. പലരും നെഗറ്റീവ് പറഞ്ഞ് സിനിമകളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ട് മോശമാണെങ്കിൽ മോശം എന്ന് പറയും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. അതിൻ്റെ കാരണങ്ങളോ ആ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.